റിപ്പോർട്ടർ ചാനലാണ് ഇതിന് പണമടക്കുന്നത്. അവർ പണമടക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത് മെസ്സി വരില്ല എന്നുള്ള അർത്ഥം അതിൽ പറയാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഭാരിച്ച ചിലവുള്ളതാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പണം കായിക വകുപ്പിൻ്റെ ബഡ്ജറ്റിലും അപ്പുറത്താണ്. അപ്പോൾ അതിന് സ്പോൺസർമാർ നിർബന്ധമാണ്. അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം മാനിച്ച് സ്പോൺസർമാർ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങളിലൊന്നും ഇടവരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സ്പോൺസർ അവർ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് എലിജിബിളല്ല. അവർക്ക് വിദേശ കറൻസി അയക്കാൻ കഴിയുന്ന വിഭാഗമല്ല. അത് ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ രണ്ടാമത് സ്പോൺസറെ നോക്കി. ഇതിൽ മറ്റൊരു കാര്യം, ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷൻ വലിയ ആഗ്രഹത്തിൽ വരികയും അതിൻ്റെ ഭാഗമായി പത്രസമ്മേളനമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇതിന് റിസർവ് ബാങ്കിന് അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ ആ പണം നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ അതെല്ലാ ഫോർമാലിറ്റീസും റിപ്പോർട്ടർ ചാനൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അതിൻ്റെ പേപ്പറൊക്കെ അവർ നൽകിയിട്ടുണ്ട്. എന്ത് ചെറിയ താമസങ്ങളുണ്ടായിരിക്കാം, വലിയ തുകയിൽ. അപ്പോൾ ഏകദേശം 175 കോടി രൂപയോളം എതിർ ടീം അടക്കം 2 ദിവസത്തെ ഒരു താമസമടക്കം ഇവിടെ വരും. ലോകത്തെല്ലായിടത്തും ഒരേ റേറ്റാണ്. അല്ല, കേരളത്തിന് പ്രത്യേക റേറ്റല്ല. ഡോളറിൻ്റെ ഒരു വിനിമയം അനുസരിച്ചുള്ള തുകയാവുമ്പോൾ നമ്മൾ കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ മറ്റൊരു ആശങ്കയും ഇതേവരെ എന്നെ അവരറിയിച്ചിട്ടില്ല സ്പോൺസർമാർ. അർജന്റീനയുടെ ഭാഗത്തും ഇത്തരത്തിൽ വരില്ല എന്നുള്ളൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, എല്ലാവരെയും പോലും കേരളത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മെസ്സി അടക്കമെന്നുള്ള ലോകൻ ചാമ്പ്യന്മാർ കേരളത്തിൽ എത്തിക്കാനും ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുമാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്.